ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. പൗലോസ് ലീഗ അപ്പോസ്തലൻ 1 തെസ്സലോനിക്കർക്ക് 5:8 അത് പറയുന്നത്. യുവാക്കൾക്ക് ഫോളോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വാചകമാണ്. സുബോധമുള്ളവരായിട്ടാണോ ഇന്നത്തെ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്ക് നല്ല വിദ്യാഭ്യാസമായി, ജോലി കിട്ടി, സമ്പത്തായി, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിനെ പറ്റിയാണ് ഇന്ന് ചെറിയ നിമിഷം കൊണ്ട് നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. എൻ്റെ കുട്ടിക്കാലം ഏകദേശം 90s അവരുടെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഓർമ്മ വരുന്ന ചില നിമിഷങ്ങൾ ഞാൻ പറയാം. കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾ ഈ പയറിൻ്റെ വിത്ത് ഉണ്ടല്ലോ, അത് നമ്മൾ നടാറുണ്ട്. ഈ കൊള്ളി കപ്പ അതിൻ്റെ തണ്ടെടുത്തിട്ട് നമ്മൾ വരമ്പ് പോലെ ഉണ്ടാക്കി അതിൽ കുഴിച്ച് അങ്ങനെ നട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ പോലെയൊക്കെ ഉള്ളവർ. അന്ന് മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അപ്പോൾ കൊള്ളി നനയ്ക്കേണ്ടി വരും. നമ്മൾ കൊള്ളിയുടെ തണ്ട് കുഴിച്ചിട്ട് ശേഷം പിന്നെ നമ്മൾ പ്ലായില ഒരു ഈർക്കിലെടുത്ത് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി അതിനെ മൂടി വയ്ക്കും, അതിൻ്റെ മുകളിൽ വെള്ളം വീഴാണ്ടിരിക്കാൻ. അങ്ങനെ അത് വെച്ച് പിന്നെ കുറച്ച് നാൾ അതിന് നനയ്ക്കേണ്ടി വരും. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ കാളവണ്ടി ഉണ്ടായിരുന്നു, അതുപോലെ മൂരി ഉണ്ടായിരുന്നു. അപ്പോൾ പാടത്ത് പണിയെടുക്കാനൊക്കെ പോകുമ്പോൾ അപ്പാപ്പനൊക്കെ ആയിരിക്കും പോവുക. അതുപോലെ തന്നെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ കഞ്ഞി കൊണ്ടു കൊടുക്കാനും കഞ്ഞി വിളമ്പി കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിക്കും. അത് നമ്മൾ ഇന്ന് ടീസ്പൂൺ പോലെ ഇല്ല, അന്ന് നമ്മൾ പ്ലായില ഈ ഈർക്കിലുകൊണ്ട് കുത്തി അതുകൊണ്ടാണ് കഞ്ഞി കുടിച്ചിരുന്നത്. ആ ഒരു പ്ലായിലയുടെ ഒരു മണോ എന്താ പറയുക, അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ, ഈ പറഞ്ഞ ആ തലമുറയിൽ ഉണ്ടായ നല്ല നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. അത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ പൂട്ടാകുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവും, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ പോവും. അതുപോലെ ഞങ്ങളുടെ തറവാട്ടിലായാലും മറ്റുള്ള വീടുകളിൽ നിന്ന് ഈ പറഞ്ഞ ഈ കല്യാണം കഴിച്ചു കൊടുത്ത അവരുടെ മക്കളൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ മാങ്ങ പറക്കാൻ പോവും. അപ്പോൾ കടുമാങ്ങ ഉണ്ടാവും. അത് രാവിലെ എനിക്ക് കുർബാനയ്ക്ക് മുന്നേ ആയിട്ട് മാങ്ങ പറക്കാൻ പോവും. പിന്നെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ ഊഞ്ഞാല് ആട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികളും എന്താ പറയുക ബന്ധുക്കളെല്ലാവരും കൂടി നമ്മളെ കുട്ടിക്കാലം അങ്ങനെ ഒരു ജീവിതമായിരുന്നു. ഇന്നാണ് നമ്മൾ പറഞ്ഞ പോലെ 1-2 കുട്ടികൾ അവർ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഗെയിമുകളും ആ രീതിയിലേക്കായി നമ്മുടെ ഒരു മൂല്യ ശോഷണം തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ വന്നിരിക്കുന്നത്. അത് ആധ്യാത്മിക തലത്തിലായാലും അന്നൊക്കെ കുടുംബ പ്രാർത്ഥന, പിന്നെ 7 മണിക്ക് നമസ്കാരം ചെല്ലണ പ്രാർത്ഥന ഉണ്ട് കുട്ടികൾ. ഇന്നിപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾ ചെയ്യാറുണ്ട്. അതൊക്കെ മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ദൈവത്തെ മറന്ന് ജീവിക്കുക എന്നുള്ളൊരു, അന്നൊക്കെ പ്രായമുള്ള ഒരു ദൈവഭയം ഉണ്ടായിരുന്നു. അവർ വലിയ നോയമ്പ്, അത് നമ്മൾ പെസഹ വ്യാഴം, ദുഃഖവെള്ളി. അപ്പോൾ ആ ഒരു ആഴ്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയതയുടെ ഒരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. വണക്കമാസം കാലം കൂടാ, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ പണ്ടത്തെ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഇന്ന് കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഞാൻ വായിച്ച വചനത്തിൽ പറഞ്ഞ പോലെ സുബോധം നമ്മുടെ മക്കൾക്കും നമ്മുടെ ജനറേഷനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? പണ്ട് ഞാൻ എൻ്റെ അപ്പാപ്പൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും
ദൈവം മുന്നിൽ ഉണ്ട് എന്നുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത്. നമ്മുടെ ഒരുപാട് ജോലികളിൽ നമ്മൾ ഏർപ്പെടും, അന്നത്തെ കാലത്തായാലും ഇന്നായാലും. പക്ഷെ ദൈവ സാന്നിധ്യം ഇന്ന് മിക്ക വീടുകളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം? ഞാനൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചപ്പോൾ, അന്ന് നമ്മുടെ പൂർവികർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു. ഇന്നാണെങ്കിൽ എല്ലാവരും ഹൈ ക്വാളിറ്റി നല്ല, ഇപ്പം നമ്മുടെ മക്കളായാലും നമ്മൾ നല്ല കോളേജിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ല ജോലി മേടിച്ചു കൊടുക്കണം എന്നൊരു ചിന്തയിലേക്ക് പോകുന്നതോടുകൂടി നമ്മുടെ ദൈവമായിട്ട് അകലാൻ ഇടയായി. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ. ഞാനടക്കം ഇപ്പം ഞാൻ തന്നെ കുറച്ച് നേരം എനിക്ക് സമയം കിട്ടുമ്പോൾ അപ്പം ഞാൻ ഫേസ്ബുക്കും ഇതിലേക്ക് എൻ്റെ കണ്ണ് അങ്ങോട്ട് ഓടും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല കാര്യങ്ങൾ കിട്ടാനും ആത്മീയമായി കിട്ടാനും ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനുഷ്യരാണ്. പക്ഷേ ഇന്നത്തെ ഇനി വരുന്ന തലമുറയായാലും ഇപ്പോൾ ജീവിച്ച് കൊണ്ടിരിക്കുന്ന തലമുറയായാലും ആത്മീയ ശോഷണം, ദൈവമായിട്ടുള്ള ഒരു ബന്ധം, ദൈവഭയം നഷ്ടപ്പെട്ടു. നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ട്. ഇന്ന് എവിടെ നോക്കിയാലും, രാഷ്ട്രീയത്തിലായാലും ജോലി സ്ഥലങ്ങളിലായാലും അഴിമതി മാത്രമാണ് നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നത്. ഇന്ന് നമ്മൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. ഏതാണ്ട് നമ്മളൊക്കെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഒരുപാട് പീഡന കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ നടന്ന രാഹുൽ മാങ്കൂട്ടം കേസിൽ, പീഡന കേസിൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ തെറ്റല്ല ഇന്ന് നമ്മൾ കാണുന്നത്. അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടേക്കാം, ഒരു അബോർഷൻ നടന്നേക്കാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് ദൈവത്തിനോട് തെറ്റ് ഏറ്റു പറയണം. അതിനു വേണ്ടിയാണ് നമ്മുടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. നമ്മൾ എന്നും വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, നമ്മൾ എന്നും കൂദാശയിലൂടെ പോകുമ്പോൾ മറ്റുള്ളവരെ പറ്റിക്കാനോ മറ്റുള്ളവരെ പീഡിപ്പിക്കാനോ നമുക്ക് തോന്നില്ല. എല്ലാ ദിവസവും നമ്മുടെ അടുത്തുള്ള പള്ളികളിൽ ചിലപ്പോൾ അതിരാവിലെ ആയിരിക്കാം, ദിവ്യബലി നടക്കുന്നുണ്ട്. അവിടെ യേശുവിൻ്റെ രക്തവും ശരീരമാണ് ബലി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ വീട്ടിൽ സുഖമായി, ഇപ്പം മഞ്ഞാണല്ലോ, സുഖമായിട്ട് നമ്മൾ പുതപ്പ് മൂടി നമ്മൾ കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു ബലി നടക്കുമ്പോൾ ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധം ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഉറങ്ങി അവിടെ കിടക്കാൻ തോന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ലോകം വളരെ തിന്മ നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ. സ്വർഗം നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല സ്വർഗത്തിൽ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇവിടെ ഈ ലോകത്താണ് നമ്മൾ ഒരുപാട് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കാരം ചെയ്യുന്നത്. നമ്മുടെ മക്കളിൽ നല്ല വിദ്യാഭ്യാസം, നമുക്ക് നല്ല സമ്പത്ത്, നല്ല വീട്, നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഈ ലോകത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് നമുക്ക് മരണത്തിന് ശേഷം അപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്നും അതിന് നമുക്ക് സ്വപ്നം കാണാൻ നിങ്ങൾക്ക് പറ്റാത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വപ്നം കാണണം. മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവനോടൊപ്പം നമുക്ക് ജീവിക്കണം എന്നൊരു ചിന്ത നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഇല്ലാത്തത്? നമ്മൾ ഇന്നത്തെ ലോകത്തിൽ ഇവിടുത്തെ സുഖങ്ങളുമായി, നമ്മൾ ഭൗതിക സുഖങ്ങളുമായി നമ്മൾ
ആസ്വദിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മരണത്തിനെ പറ്റി ചിന്തിക്കാനും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ചിന്തിക്കാൻ പറ്റാത്തത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയാണ് ഞങ്ങളുടെ വികാരിച്ചൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള എൻജോയ്മെൻ്റ് ഉണ്ട്. ഒന്ന് ജോയ്നെസ്, ഒന്ന് പ്ലഷർ. ഈ ജോയ്നെസ്സും പ്ലഷറും തമ്മിലുള്ള വ്യത്യാസം, പ്ലഷർ ആനന്ദം നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് തരുന്ന ഒരു ആനന്ദമാണ്. ഇപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നു, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പം നമ്മൾ മദ്യപിക്കുന്നവരാണെങ്കിൽ അതിൽ എൻജോയ് ചെയ്യുന്നു, നമ്മൾ സെക്സിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. നമ്മളിപ്പോൾ നന്നായി ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഐസ്ക്രീം കഴിച്ചു, അതോടുകൂടി നമ്മുടെ ആനന്ദം അവിടെ നിന്നു പോവാണ്. പിന്നെ അടുത്ത ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഏത് നേരമായിരിക്കുമ്പോൾ നമുക്ക് ജോയ്നെസ്, അതായത് സന്തോഷം, അത് നമ്മുടെ കയ്യിൽ നിന്ന് ആരും എടുത്തു കളയില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആത്മീയരായി ജീവിക്കണമെന്ന്. അതിനെന്ത് ചെയ്യേണ്ട? നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, കൂദാശകൾ സ്വീകരിക്കണം, ദൈവമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധം നമുക്ക് വേണം. അത് അനുഭവിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ആ ഒരു എന്താ പറയുക, ഒരു സ്വർഗീയ അനുഭവം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിഞ്ഞാലക്കുട സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ 10:30 തൊട്ട് ഒരു 12-1 മണി വരെ അവിടെ ആരാധന, വചനപ്രഘോഷണം, കുർബാന. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയ്ക്കും ഒരു ദൈവിക അനുഭവം, ഞാനിപ്പോൾ ഇരിക്കുന്ന കടയിലാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്പിരിച്വാലിറ്റി സെൻറ്റർ. വെള്ളിയാഴ്ച ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. കടയിൽ ഞാൻ ഇവിടെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഇവിടെ ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ട്, ആളോട് പറഞ്ഞ് ഞാൻ അവിടെ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഫോൺ സൈലൻറ്റിലാക്കും. ദൈവത്തെ നമ്മൾ ആരാധിക്കുക എന്നൊരു ഒരു അനുഭവം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റി സെൻറ്ററിലാണ്. എല്ലാ ദിവസവും അവിടെ ഇടവകയിൽ കുർബാനയ്ക്ക് പോകും. പക്ഷേ നമുക്കൊരു ആത്മീയ എന്താ പറയുക, അതിലൊരു എന്താ പറയുക, ഈ ജോയ്നെസ്, നമുക്ക് അത് ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ വേണം. ഈ പെട്രോൾ ആയിരിക്കും ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചക്ക് ഇങ്ങനെ നമ്മൾ കൊണ്ടുനടക്കുന്നത്. ആത്മീയമായിട്ട് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ ജോലിയെ പറ്റിയിട്ടായിരിക്കാം, പുതിയ പ്രൊമോഷനുകൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, പുതിയ വീട് വെക്കുന്നതിനെ പറ്റിയായിരിക്കാം, പുതിയ കാറ് മേടിക്കാൻ, മാറുന്ന സിനിമകൾ, മാറി വരുന്ന സീരിയലുകൾ. ഇന്നത്തെ പുതിയ ട്രെൻഡായിട്ട് ഞാൻ കണ്ടു വരുന്നത് രാജ്യങ്ങൾ സന്ദർശിക്കുക. സ്വിറ്റ്സർലൻഡ്, അമേരിക്ക, UK, അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുക. അപ്പം അവിടെ എന്തുണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കൾച്ചർ നമ്മളിലേക്ക് വരികയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കണ്ണിൽ നിന്നും നമ്മുടെ മനസ്സിലും ഹൃദയങ്ങളിലൊക്കെ ഇരിക്കും. അത് നമ്മുടെ ഈ ഭൗതിക സുഖങ്ങൾക്കും ഭൗതിക ചിന്താഗതിയിൽ നയിക്കുവാനും ആത്മീയ ജീവിതത്തിൽ നിന്ന് വളരെ ദൂരത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു പോയിന്റ്. നമുക്ക് ഈ ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിക്കാണ്ട് ആത്മീയയിലേക്ക് എത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ആത്മീയതായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് ഭൗതിക സുഖങ്ങളിലേക്ക് ഒരു ലിമിറ്റിനെയും കൂടുതൽ പോകാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിന് വേണം നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്. കൊല്ലത്തിലൊക്കെ നമ്മളൊരു ടൂറും പിക്നിക്കും നല്ലതാണ്, കൊല്ലത്തിലൊക്കെ ഒരു സിനിമ കാണുന്നത് നല്ലതാണ്, കൊല്ലത്തിലൊരിക്കൽ ഹോട്ടലിൽ പോകണം നല്ലതാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളൂ. അപ്പം
ഇതൊക്കെ വേണം. പക്ഷെ നമ്മൾ അതിലേക്ക് കൂടുതൽ ഒരു ചായ്വ് വരുമ്പോൾ നമ്മൾ ദൈവമായിട്ട് അകലുകയാണ്. ഈ ലോകം നമുക്ക് ഒരുപാട് സുഖങ്ങളും, പിശാച് ശരിക്കും നമ്മളെ വലയം വെച്ച് കഴിഞ്ഞു. ഇന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത് 100 പേരിൽ ഒരു 5 പേര് പോയിട്ടുണ്ടെങ്കിൽ ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ നരകത്തിൽ പോകണ്ടാവില്ല, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കാം. പക്ഷേ നമ്മൾ ഈ ലോകത്തിലേക്ക് മാത്രമാണോ നമ്മൾ സ്വപ്നം കണ്ട് ജീവിക്കുന്നത്? നമ്മുടെ ചുറ്റുമുള്ള പള്ളിയായിട്ട് കപ്പേള ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാരും അവരുടെ ജീവിതം തന്നെ നമ്മൾ നോക്കാറുണ്ടോ നിങ്ങൾ? പ്രത്യേകിച്ച് നമ്മുടെ മാതാവ്, വിശുദ്ധന്മാര്, മാതാവൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഇവിടുത്തെ പോലെ എൻജോയ് ചെയ്യുക, സിനിമ കാണുക, നല്ല ഭക്ഷണം കഴിക്കുക, അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവരുടെ ജീവിതത്തിൽ സഹനം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആ സഹനത്തിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് സ്വർഗത്തിലെ രാജ്ഞിയായിരിക്കണെന്ന്. നമുക്ക് ഒരുപാട് ബുദ്ധി വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നു കേട്ടാ. നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം വന്നു, നമുക്ക് ബുദ്ധി കൂടി. ഇന്ന് ഫേസ്ബുക്ക് നോക്കിയാലൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നമ്മുടെ കാറ്റിസം കഴിഞ്ഞ് +2 കഴിഞ്ഞ് കാറ്റിസം എല്ലാം കഴിഞ്ഞ് പോയ നമ്മുടെ കുട്ടികൾ ഇന്ന് ഒരുപാട് പേര് ഫേസ്ബുക്കിലും ഓരോ യൂട്യൂബും ചെയ്തുകൊണ്ട് ദൈവം എന്ന് ഇല്ലാന്നും അതൊക്കെ ഒരു മണ്ടന്മാര് പറയുന്ന ഒരു എന്താ പറയുക, അവരൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ഞാൻ പറയുന്നത് നമ്മളൊരു വിശ്വാസം നമ്മൾ കുറഞ്ഞു. വിശ്വാസം ഉണ്ടെങ്കിലും ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എത്രയോ ആൾക്കാർ ദൈവത്തിനെ കണ്ട് ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഉണ്ട്. ഞാൻ ചെറിയ എനിക്ക് അനുഭവങ്ങളുള്ളൂ. പക്ഷേ ഞാൻ പല ആളുകളുടെയും അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ ദൈവമായിട്ട് അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആണ്. ദൈവത്തിനെ അവർക്ക് കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം ദൈവത്തിനെ അവർക്ക് കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ആഴ്ചയിൽ 1, 2, 3 ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം. ഒരു 5 ദിവസത്തിൽ 3 ദിവസമൊക്കെ ഞാൻ കുരിശ് ഞാൻ കാണാറുണ്ട്. അത് കാണുമെന്ന് വിചാരിച്ച് കാണുമ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ നമ്മുടെ മറ്റ് ചിന്തകൾ, നമ്മുടെ ഭൗതികമായിട്ടുള്ള ചിന്തകൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മളായിരിക്കുന്ന കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, നമ്മൾ ഒരുപാട് അലട്ടുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ ദൈവത്തിലേക്ക് തിരിയാനും ദൈവസ്നേഹം അനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. എനിക്ക് കുരിശിന്റെ രൂപത്തിലാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് പല ദൈവം തന്നെ ഇറങ്ങി വരുന്നതും ഒരു വെളിച്ചം കാണുന്ന പോലും പല രീതിയിൽ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വാടച്ചിറ പള്ളിയിൽ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെപ്റ്റംബറിൽ മാതാവിൻ്റെ പെരുന്നാളിൻ്റെ ടൈമിൽ ഞങ്ങളുടെ അവിടെ വൈകിട്ട് കുർബാന, കാരണം അവിടെ കാലത്ത് ഞാൻ പോയി. ഞാൻ അത്ര ആത്മീയ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതായത് ഇവിടെ ഒരു കുർബാന ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി കുർബാന കാണണമെന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സെപ്റ്റംബറിൽ നടന്നത്. അപ്പോൾ കുറച്ച് ദിവസം ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങി. എനിക്ക് അതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ദൈവത്തെ കുർബാന ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. അപ്പം ഞാൻ വാടച്ചിറ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ഒരു കൊച്ചു പിള്ളേരെ പോലും ഞാൻ കണ്ടില്ല അവിടെ. ഒരു 35 വയസ്സിനേയും താഴെ കുട്ടികൾ തൊട്ട് മുതിർന്നവരെ കാണാൻ പറ്റില്ല. ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിക്കോട്ടെ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവിടെ നിന്ന് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടവിൽ. ഞാൻ ചോദിച്ചു, എത്ര പേര് നിങ്ങളുടെ ഇടവിൽ? 155 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടികളൊന്നും കണ്ടില്ലോ. അവിടെ കുട്ടികൾ കുറവാണെന്ന് പറയുന്നു. 155 വീട്ടുകാരുണ്ട് കേട്ടോ. നമ്മുടെ താനശ്ശേരി പള്ളിയിൽ 500+ ഉണ്ടെങ്കിൽ തന്നെ 10-50 പേര് നമ്മൾ കുട്ടികളും യുവതിയുവാക്കന്മാർ വരുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടീനെ പോലും വാടച്ചിറ പള്ളിയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, നമ്മൾ ഇന്നത്തെ തലമുറ
എങ്ങനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമ്മളായിരിക്കുന്ന തലമുറ നാശത്തിന്റെ വക്കീലാണ്. നമ്മളെ കോടികൾ ആസ്തി ഉണ്ടാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. 1, 2, 5, 10 കോടിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാം. പക്ഷെ പൂർവികർ കൈമാറി തന്ന നമുക്ക് ആത്മീയത, ദൈവഭയം, ദൈവവിശ്വാസം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ കാണുന്ന എല്ലാവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചെയ്തിട്ട് എത്ര നാളായി, എനിക്ക് തന്നെ ഒരു യൂട്യൂബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. അത്രയും പൈശാചിക ശക്തികൾ നമ്മളെ വലഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുക. എനിക്കൊരു യൂട്യൂബ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തോരം കഠിനമായ പരിശ്രമമാണെന്നറിയോ. ഒരു ആത്മീയിലേക്ക് അതിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഞാനും ഈ ലോകത്തില് നമുക്കും ഒന്നാമത് വയസ്സായി വരുന്നുണ്ട്. പക്ഷെ ആ ഒരു യുവത്വം, ഒരു ആത്മീയത അങ്ങോട്ട് മറ്റുള്ളവർ പകരുവാനുള്ള ഒരു, നമ്മുടെ ആത്മീയത നിറഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാണെന്നൊന്നും ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും പാപികളും, നമ്മളെല്ലാവരും പക്ഷെ നമുക്ക് തിരിച്ചറിവ് വരേണ്ട സമയമായി. സുബോധം നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നല്ല വിദ്യാഭ്യാസമായി, നമുക്ക് നല്ല സമ്പത്തുണ്ട്, നമ്മൾ എല്ലാ ദിവസവും സുഭിക്ഷമാണ് നമ്മുടെ ജീവിതം. പണ്ടൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് പോത്തിറച്ചി. എൻ്റെ കാലഘട്ടത്തിൽ പണ്ട് പട്ടിണിയായിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാലഘട്ടത്തിലൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ പോത്തിറച്ചി കഴിക്കുക. ഇന്നിപ്പോ മക്കൾക്ക് സുലഭമല്ലേ, എല്ലാ ദിവസവും കോഴിയും. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ വിശപ്പ് എന്താന്ന് അവർക്ക് മനസ്സിലാവണില്ല. വളരെ വലിയ പോയിന്റാണ് കേട്ടോ. വിശപ്പ് അവർക്ക് മനസ്സിലാവണില്ല. ഇന്ന് നമ്മൾ കണ്ടമാനം സ്വത്ത് ഇവർക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു വയ്ക്കണ്ടല്ലോ. ഞാൻ പറയുന്നത്, അവർക്ക് നിങ്ങൾ എന്തോരം സമ്പാദിക്കണോ അത്ര ആത്മീയത അവരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിശപ്പ് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് നല്ല ഭക്ഷണം രുചിയോടുകൂടി കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നും കഴിക്കുന്നു, നമ്മൾ എന്നും ബിരിയാണി കഴിക്കും. പക്ഷെ അത് മാസത്തിലൊരിക്കൽ നിങ്ങൾ കഴിച്ചു നോക്കിയാൽ, മാസത്തിലൊരിക്കൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിച്ചു നോക്കിയാൽ, ഹോട്ടലിലൊക്കെ പോയി എല്ലാ ദിവസവും കഴിക്കുന്നതും മാസത്തിൽ പോണതും. കർത്താവ് കറക്റ്റായിട്ട് ലാസറിന്റെയും ധനവാന്റെ ഉപമ പറയുന്നുണ്ടല്ലോ. അതില് സുഭിക്ഷമായിട്ടാണ് ധനവാൻ ജീവിക്കുന്നത്. അപ്പൊ ധനവാൻ അവൻ സ്വന്തം പ്രയത്നം കൊണ്ടാണ് അവൻ സമ്പാദിച്ചത്. ഇന്നത്തെ പോലെ നമ്മൾ നല്ല വിദ്യാഭ്യാസമായി, നമുക്ക് നന്നായിട്ട് ആരോഗ്യം ഉണ്ട്, നമ്മൾ ഒരുപാട് മറ്റുള്ളവരെ സേവനം ചെയ്തിട്ടാവാം നിങ്ങള് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മുടെ ആത്മീയത നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ ആത്മീയത നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടോ? പണ്ടൊക്കെ ഞങ്ങൾക്ക് ജോലി അന്വേഷിച്ച് പോകുമ്പോൾ നല്ലൊരു ജോലി വേണം. കാരണന്മാര് പറഞ്ഞ പോലെ 30-ാം വയസ്സിലൊക്കെ കല്യാണം കഴിക്കണം. അപ്പോൾ ഒരു ഉത്തരവാദിത്വം വേണം. അപ്പോഴാണ് നമുക്ക് കല്യാണം കഴിക്കാൻ ആവുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു എന്ന രീതിയിലാണ് നമ്മൾ ജീവിച്ചായിരുന്നത്. ഇന്ന് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കണ്ണാട എടുക്കാമെന്നൊരു വല്യമ്മ, ഒരു ഹൈന്ദവ, 7 കുട്ടികളെ പ്രസവിച്ച് അബോർഷനായി പോയെന്ന് പറഞ്ഞു. ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, ഞാനങ്ങനെ ഒരു യൂട്യൂബ് ചെയ്യേണ്ട, അമ്മച്ചിയുടെ കാര്യം എന്തായാലും ഞാൻ ഇതിൽ അവതരിപ്പിക്കുന്നു പറഞ്ഞു. അമ്മച്ചി എല്ലാവരോടും പ്രാർത്ഥിക്കാറുണ്ട്, അവരുടെ ദൈവന്മാരോടും നമ്മുടെ എല്ലാവരും. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരുപാട് അസുഖങ്ങളുണ്ട്, ഗുളികകൾ കഴിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മച്ചി പോകുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പില്ലേ? നമ്മൾക്ക് 2 കൈയും 2 കാലും നടക്കാനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടില്ലേ? എത്രയോ പേര് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരും കണ്ണ് കാണാത്തവരും. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ അമ്മച്ചിനെ ആശ്വസിപ്പിച്ചു. നമുക്ക് സഹനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ താഴേക്ക് നോക്കണം. നമ്മളിപ്പോൾ
സഹനമുള്ളവർക്കാണ് പ്രാർത്ഥിക്കാനുള്ള ഒരു ശക്തി കിട്ടുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ വന്നേക്കണത്. ഇന്ന് നമ്മുടെ മക്കളായാലും എൻ്റെ മക്കളായാലും വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം അന്വേഷിക്കുന്നത് മൊബൈലാണ്. അപ്പം അതിന് നമ്മൾ അവർക്കൊരു സമയം വയ്ക്കുക. എല്ലാ ദിവസവും നമ്മൾ അവരെ പള്ളിയിൽ ഏൽപ്പിച്ചു വിടണം. ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അവരെ സ്റ്റാർട്ടിങ് ഒരാഴ്ച നമ്മൾ ഇപ്പം എൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ അതിരാവിലെ ഞാൻ എനിക്കിടാന്ന് പറയുവരാ, ഇല്ലെങ്കിൽ ഞാൻ വെള്ളം കൊണ്ട് തലയിൽ ഒഴിക്കും. 1 or 2 പ്രാവശ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ട് തലയിൽ വെള്ളം. അത് കഴിഞ്ഞാൽ പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ എന്നെ വിളിക്കും, അപ്പം എനിക്കെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുത്താണ്ട് നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. അത്രയ്ക്ക് പൈശാചിക ശക്തി ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാച് അവൻ്റെ ലോകത്തിലേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. പക്ഷേ പിശാച് അവൻ്റെ ലോകത്തിലേക്ക് ഒരുപാട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ ആത്മീയമായിട്ട് വളരണം. നമ്മൾ ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മൾ ദൈവത്തോടു കൂടി നിൽക്കണം. വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന, ബൈബിൾ വായന, പേഴ്സണൽ പ്രെയർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. കൊല്ലത്തിലൊരിക്കൽ നമ്മൾ ധ്യാനത്തിന് പോകണം. അതുപോലെ നിങ്ങളുടെ അവിടെ ഇടവകയിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ആരാധനാലയം, അവിടെ വചനപ്രഘോഷം ഉണ്ടാവും. ഇവിടെ സ്പിരിച്വാലിറ്റി സെന്ററിൽ ഞങ്ങളുടെ താണശ്ശേരിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് വരെ ഇവിടെ ആൾ വരുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം വെള്ളിയാഴ്ചകളിൽ നമ്മൾ ആരാധനയ്ക്ക് വരണം. കാരണന്മാരൊക്കെ ഒരുവിധം പ്രായമാകുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയാണ്. സുഖമായിട്ട് പോണ്. മക്കളൊക്കെ നല്ല രീതിയിലൊക്കെ കല്യാണം കഴിച്ചു, അവർക്ക് പേരക്കുട്ടികളായി, മകനും മകളും സുഖമായിട്ട് ജീവിക്കുന്നു. ഇനി സന്തോഷമായിട്ട് മരിച്ചാൽ മതി. ഇന്നത്തെ തലമുറയിലുള്ള ഒരു ഇപ്പം അന്യം എൻ്റെ അപ്പൻ്റെ ഏജ് പിടിച്ചോ നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ ഒരു ഡയലോഗ് അടിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. എൻ്റെ അമ്മാമൊക്കെ കൊന്ത റൂമിലിരുന്ന് എത്തിയത് കണ്ടിട്ട് ഇന്ന് പ്രായമുള്ളവരുടെ കയ്യിൽ മൊബൈലാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീരിയലും മറ്റേ ഈ ലോകത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാണ്ടിട്ട്. ഈ ലോകത്തിൽ ചതിയുടെ ഒരു ഭാഗങ്ങളുണ്ട്, കൊലപാതകങ്ങൾ, പീഡന കേസുകൾ, മക്കളെ മർദ്ദിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ പോവാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൂടി ആലോചിക്കണം. ഞാനൊരു തീരുമാനം എടുത്തു. 65-ാമത്തെ വയസ്സിൽ ഞാൻ കുറച്ചും കൂടി ആത്മീയതയിലേക്ക്, നമ്മുടെ ജോലിയൊക്കെ നിർത്തി വൈഫായിട്ട് സംസാരിച്ചു പോയി. അതൊന്നും പറ്റില്ല, ഇപ്പോഴും ജോലി 65 വയസ്സിലൊന്നും നിർത്താൻ പറ്റില്ല എന്ന് പെണ്ണുമുള്ള പറഞ്ഞേക്ക. എന്നിരുന്നാലും ഒരു 65-ാം വയസ്സിൽ കുറച്ച് ആത്മീയതയിലേക്ക് പോകാനും ദൈവമായിട്ട് കൂടുതൽ അടുക്കാനും. നമ്മൾ ദൈവമായിട്ടൊരു കൂടുതൽ അടുക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. നമ്മൾ ചിലവർ പറയും നമുക്ക് ടൂറ് പോകണമെന്നൊക്കെ. ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിക്കും, തമ്പുരാൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ആരാധനയ്ക്ക് ഇരിക്കുക, അങ്ങനൊക്കെ അവിടെ ഇരുന്ന് ഉറങ്ങണം നമ്മൾ. ഞാൻ ഇവിടെ കടയുടെ മുന്നിൽ കൂടെ ഒരു ചേച്ചി പോകണമെന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് ആകെ ജീവിതത്തിൽ ഒരു അസൂയുള്ളത് ഈ ചേച്ചിയോട് മാത്രമാണ്. എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഒരു 10-11 മണിയാകുമ്പോൾ പള്ളിയിൽ പോകുന്നത് കാണാം, പിന്നെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ തിരിച്ചു പോയി, പിന്നെ ഒരു 3 മണി നേരത്തെ പോണതും പിന്നെ വൈകിട്ട് തിരിച്ചു വരുന്നതും കാണും. അപ്പൊ എന്നെ പണ്ടൊക്കെ കാശുള്ളവരോടായിരുന്നു എനിക്ക് അസൂയ. ഇപ്പൊ നമ്മൾ തമ്പുരാന്റിക്ക് അടുത്തപ്പോ മനസ്സിലായി, ഈ ചേച്ചിനെ പോലെ എനിക്ക് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ദൈവത്തിന്റെ കൂടെ തന്നെ ഇരിക്കണം. മരണസമയത്ത് ദൈവം അടുത്ത് നമ്മുടെ കൂടെ വേണം. ശരിക്കും നമ്മൾക്ക് ആത്മീയത എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ ലൗകിക കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. രാഷ്ട്രീയത്തിലായാലും മറ്റ് പല മേഖലയിലായാലും നമ്മൾ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഫോക്കസ് ചെയ്ത് അതിനെല്ലാത്തിനും പരിഹാരം കാണാൻ പോയി നമ്മുടെ
നമ്മുടെ ആത്മീയത നമ്മൾ കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്നെ അറിയുന്ന ഫേസ്ബുക്കിലുള്ളവർക്കൊക്കെ അറിയാം, ഞാൻ എല്ലാത്തിലും കയറി ഷെയർ ചെയ്യും, ചില സമയത്ത് കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് എൻ്റെ ആത്മീയതയെ നഷ്ടപ്പെടുത്തണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ആത്മീയതയിലേക്ക് തിരിച്ചു വരാനും വൈകുന്നേരം ആകുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു യൂട്യൂബ്, ഒന്നിൽ ഡാനിയേച്ചൻ്റെ, അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ആത്മീയം, അതൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിനെ പറ്റി കൂടുതൽ അറിയാനും അങ്ങനെ നിദ്രയിലേക്ക് പോകാനും ദൈവം തമ്പുരാൻ നാളെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ അവസാനം ഒരു വാചകം ഉണ്ടല്ലോ, നാളെ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ട, ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് കേട്ടോ നമ്മൾ. അറ്റ്ലീസ്റ്റ് ഒരു മൊബൈലിൽ അല്ലെങ്കിൽ വാച്ചിന് അറ്റ്ലീസ്റ്റ് അവർ 1 കൊല്ലത്തെ സർവീസ് വാറണ്ടി അല്ലെങ്കിൽ വാറണ്ടി തരും. മനുഷ്യന് നാളെ കാലത്ത് എഴുന്നേൽക്കോ അല്ലെങ്കിൽ ഈ സെക്കൻഡിന് ശേഷം ജീവിച്ചിരിപ്പോ എന്ന് ഒരു ഗ്യാരണ്ടിയില്ല. ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് തമ്പുരാനെ, ദൈവത്തിനെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും നല്ലൊരു കുടുംബജീവിതം കാഴ്ചവെക്കാനാണ്. ഇന്ന് ചില മക്കൾ ഇന്ന് പ്രത്യേകിച്ചും പെൺകുട്ടികൾ കല്യാണം കഴിക്കാണ്ടിരിക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. നമ്മൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ നമ്മളെ ആത്മീയയിലേക്ക് നമുക്ക് വളർത്താൻ പറ്റില്ല. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുർബാനയ്ക്ക് വിടുകയാണെങ്കിൽ അവർ ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ സഹനമായിരിക്കും ജീവിതം മുഴുവനും നിങ്ങൾ സന്തോഷം പ്രതീക്ഷിക്കാൻ പാടില്ല ദൈവത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ ചൂണ്ടിടാൻ പോയ ശേഷം ചൂണ്ടിട്ടിട്ട് എനിക്ക് മീൻ ഒട്ടും കിട്ടണില്ല. ഞാൻ കുറെ പ്രാർത്ഥിച്ചു, ബൈബിൾ വചനവും തമ്പുരാനും വിശുദ്ധന്മാരും എല്ലാവരും വിളിച്ചു. അപ്പൊ നമ്മൾ ഈ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ചോദിച്ചാലും ദൈവം പെട്ടെന്ന് നടത്തി തരില്ല. നമുക്ക് അതിൻ്റെതായ സമയം അനുസരിച്ചാണ് ഭൗതിക കാര്യങ്ങൾ നടത്തി തരുള്ളൂ. ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യം അന്വേഷിക്കുവാനാ പറയണം, അതിനുശേഷം നിങ്ങൾക്കെല്ലാം കൂട്ടപ്പെടും. നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ഉണ്ടാവും, എനിക്കുണ്ട്. ഒരുപാട് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ അതിനപ്പുറത്ത് എന്നെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം, ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പുല്ലിനും പേടിക്കണം. നാളെ ക്യാൻസർ എനിക്ക് വന്നാലും ഞാൻ ദൈവത്തെ ആരാധിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നുകൊണ്ട് തട്ടിപ്പോകണമെന്ന് ആഗ്രഹം. പക്ഷെ ദൈവം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ടാവുള്ളൂ, അപ്പോഴല്ലേ ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ യേശു നിനക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ തയ്യാറാണെന്നൊക്കെ അങ്ങനെ കുർബാനയുടെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്നും ജീവിക്കുന്ന ദൈവത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. തോമസ് ലിയയുടെ പേരാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ തോമസ് വന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോ തോമസ് ലിയയ്ക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ തമ്പുരാൻ പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, തോമസ് നീ വാടാ, ഈ കയ്യില് നിന്റെ വിരൽ വെച്ച് നോക്കാൻ. അപ്പൊ അവന് കണ്ടപ്പോ അവന് വിശ്വസിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മൾ തോമസ് ലിയുടെ പേരാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ വിശ്വസിക്കും, അതിൻ്റെ ഒരു സുഖം വേറെയാണ് കേട്ടോ. തമ്പുരാനെ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ടൈമിലൊക്കെ എനിക്ക് റെഡ് കളറിലൊക്കെ കുരിശ് എനിക്ക് ശരിക്കും കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വാടച്ചറ പള്ളിയിൽ. അപ്പൊ എനിക്ക് ചെറിയൊരു ദുഃഖം ഉണ്ടെങ്കിലും ആദ്യത്തെ ആയിട്ടാണ് ഞാൻ പോണത് കുർബാനയ്ക്ക്. പക്ഷെ ഞാൻ അത്രയ്ക്ക് കുർബാന ആഗ്രഹിച്ചു പോയി. ഞാൻ അത്ര ആത്മീയതയിൽ കുർബാനയുടെ ഇടയിൽ ഞാൻ യേശുവിൻ്റെ കുരിശ് തീട പോലെയായിരുന്നു കുരിശ് നിന്നാണ്. ശരിക്കും സ്വർണം കത്തി നിൽക്കണ പോലെ കണ്ണടച്ചു. ഞാൻ ജീവിതത്തിൽ പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ റെഡ് ഇതുപോലെ കണ്ട പോലെ ഞാൻ ഇപ്പൊ അടുത്താണ് ഇത് കണ്ടത്. എൻ്റെ ദൈവമേ, നമ്മൾ ഉള്ളിൽ നിന്നൊരു വിളിയുണ്ട്. ചില അത്ഭുതങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇത്ര നാളിനുള്ളിൽ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ദൈവത്തിന്റെ കാണാൻ പറ്റി. പക്ഷെ അത് ദൈവമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് ദൈവം കാണിക്കുന്നത് കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇടുമ്പോൾ ദൈവം ചെറുതായിട്ട് ഗ്യാപ്പ് ഇടുന്നുണ്ട് ഇതിൽ. അപ്പൊ നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് അപ്പുറത്ത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
അത് കണ്ടവർക്കാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ സ്പിരിച്വാലിറ്റി സെൻ്ററിലൊക്കെ ധ്യാനം നടക്കുമ്പോൾ ചില അച്ഛന്മാരുടെ ഈ നമ്മൾ വർഷിപ്പ് ദൈവത്തിനെ സ്തുതിക്കാൻ വേണ്ടി പറയും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ദൈവം സൃഷ്ടിച്ചതിന് ദൈവം നല്ല ആരോഗ്യം നല്ല തന്ന ദൈവത്തിനോട് നന്ദി പറയാം. അപ്പോൾ സ്തുതിക്കാൻ പറയുമ്പോഴാണ് കുറച്ചും കൂടിയും ആത്മീയത, ഭാഷാപരം കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ആത്മീയ ശക്തി എനിക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ദാഹിക്കണം. എന്നാലും മാത്രമേ പറ്റുള്ളൂ. ഇന്നത്തെ തലമുറ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാ എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതുപോലത്തെ പൈശാചിക ശക്തികൾ ഇവിടെ വളർന്നു കഴിഞ്ഞു. യേശുവിനെ രണ്ടാം വരവ് ഇവിടെ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദ്യം. ആ ഒരു മേഖലയിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രണ്ടാം വരവിൻ്റെ സൂചനകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശ്വാസത്തിൽ വളർന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരാനും വിശുദ്ധിയിൽ അടിയുറച്ച വിശ്വാസികളായി മാറാനും അങ്ങനെ സ്വർഗം നമുക്ക് പ്രാപ്തരാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.